മാവേലിക്കര മുൻ എം.എൽ.എയും കോൺഗ്രസ് നേതാവുമായിരുന്ന എം മുരളി അന്തരിച്ചു. അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 4 തവണ തുടർച്ചയായി മാവേലിക്കര മണ്ഡലത്തിൽ എം.എൽ.എ ആയിരുന്നു എം മുരളി. കോഴിക്കോട്ടെ മാങ്കാവിൽ കെട്ടിടത്തിന് തീപിടിച്ചു. മുറിക്കുള്ളിൽ പുരുഷന്റെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. മാങ്കാവ് ആഴ്ചവട്ടം റോഡിലാണ് സംഭവം. റോഡരികിൽ ഒറ്റമുറികളുള്ള കെട്ടിടത്തിനാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തിയപ്പോഴേക്കും മുറി കത്തി നശിച്ചിരുന്നു. പ്രഭാത സവാരി നടത്തുന്നവരാണ് റോഡരികിലുള്ള കെട്ടിടത്തിൽ നിന്നും തീയും പുകയും വരുന്നത് ശ്രദ്ധിച്ചത്. ഉടനെ ഫയർഫോഴ്സ് എത്തി. അപ്പോഴേക്കും മുറിയാകെ കത്തി നശിച്ചിരുന്നു. മുറിക്കുള്ളിൽ ഒരാളുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കല്ലായിൽ ഫർണിച്ചർ കടയിൽ ജോലി ചെയ്തിരുന്നയാളാണ് ഇവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്നതെന്ന് അയൽവാസികൾ പറയുന്നു. ഇയാളാണോ മരിച്ചതെന്ന് നിലവിൽ സ്ഥിരീകരിച്ചിട്ടില്ല. ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ നടത്തും. മൂവാറ്റുപുഴയിൽ സ്വകാര്യ വ്യക്തിയുടെ ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടത്തിലും സ്ഥലത്തുനിന്നും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനുള്ള ഉപകരണങ്ങളടക്കം കണ്ടെത്തി. വാഴപ്പിണ്ടി മാട്ടോത്തിപ്പടിക്ക് സമീപത്ത് നടന്ന പരിശോധനയിലാണ് ഇവ കണ്ടെത്തിയത്. സിറിഞ്ച്, മദ്യക്കുപ്പികൾ തുടങ്ങിയവ ഉണ്ടായിരുന്നു. ഇന്നലെ ഉച്ചയോടെയാണ് പരിസരത്ത് എക്സൈസ് പരിശോധന നടത്തിയത്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിയമസഭയിൽ ഇന്നും ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ വാക്പോര്. തുടർച്ചയായ 3-ാം ദിവസവും പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചതിനെ തുടർന്ന് ചോദ്യോത്തരവേള റദ്ദാക്കുകയും സഭ പിരിയുകയും ചെയ്തു. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ അന്വേഷണത്തിൽ SITക്ക് വീഴ്ച പറ്റിയെന്നും പുറത്തിറങ്ങുന്ന പ്രതികൾ തെളിവ് നശിപ്പിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തങ്ങൾ കേസുമായി ബന്ധപ്പെട്ട നിസ്സഹകരണ സമരത്തിലാണെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. സഭയിൽ തങ്ങൾ സമാധാന സമരമാണ് നടത്തുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു. അബദ്ധത്തിൽ വിഷമുള്ളിൽ ചെന്നതിനെ തുടർന്ന് ചികിത്സയിലിരുന്ന വീട്ടമ്മ മരിച്ചു. കാസർഗോഡ് കോളിച്ചാൽ മൊട്ടയം കൊച്ചിലെ സജീവിന്റെ ഭാര്യ BP ശോഭനയാണ് മരിച്ചത്. 53 വയസ്സായിരുന്നു. വീട്ടിൽ എലിക്ക് വിഷം വെക്കുന്നതിനിടെ അത് തെറിച്ചൊരു ഗ്ലാസിൽ വീണിരുന്നുവെന്നും ഈ ഗ്ലാസിൽ നിന്ന് ശോഭന വെള്ളം കുടിച്ചെന്നും ബന്ധുക്കൾ പറഞ്ഞു. പിന്നാലെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതോടെ ശോഭനയെ ഉടൻ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് കണ്ണൂരിലെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി.